വാക്കുകളിൽ നിന്ന് ഒഴുകി വരുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എനിക്ക് വളരെ വ്യക്തമായി ഇത് മാനുഷികമായ ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഇത് ദൈവികമായ ഒരു പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന ദിവസം സുന്നത സെക്രട്ടറി ഗ്രിഗോറിയോസ് തിരുമേനി വന്നു. തിരുമേനി വന്ന് ഇതുപോലെ തുടച്ച് പരിശോധിച്ച് തിരുമേനിയും പറയും നോക്കുമ്പോൾ ഇതൊന്നും ഒഴുകുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് വ്യക്തമായി ഇത് ദൈവികമായൊരു പ്രവർത്തനമാണ്. എന്നാൽ മാതാവിൽ വിശ്വസിക്കാത്തവർ, അതുപോലെ തന്നെ ഇരിക്കേണ്ട അത്ഭുതങ്ങളെ അടയാളങ്ങളെ അംഗീകരിക്കാൻ മനസ്സിലാത്തവർ, സഹാവിദ്വേഷം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ അസ്വസ്ഥതയോരൊക്കെ ഒത്തിരി അപവാദങ്ങളൊക്കെ പറഞ്ഞു വരും. ഇപ്പോൾ വെച്ച് ഒടുക്കുന്നതാണ് വന്ന് കാണാതാ പറയുന്നത്, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും കണ്ടുകൊണ്ട് ഗണപതി പാല് പിടിച്ച് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞു കണ്ടുകൊണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്നായിരിക്കും. അതൊക്കെ പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്, തട്ടിപ്പാണ് തെളിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞവരൊക്കെ അവരോട് ചെന്ന് പറഞ്ഞവർ പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കാനധികം നിങ്ങളൊന്നും നോക്കിയാൽ മതി, നിങ്ങളൊന്നും കാണുമെന്ന് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ജനം മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കാണുവാനായിട്ട് വ്യക്തമായിട്ട് സാധിച്ചപ്പോൾ ഈ അപവാദങ്ങൾ പറഞ്ഞവരിവിടെ മുട്ടുമുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെയും ഒരു വശത്ത് കാണാത്തവരുടെ അപവാദങ്ങൾ ഉണ്ടായി. അങ്ങനെ തുടർന്ന് വന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന ശക്തിപ്പെടും. അതുപോലെ ഉപവാസ പ്രാർത്ഥന 8 ദിവസം, അതോ 21 ദിവസമാക്കി 30 ദിവസമാക്കി ഈ ജനം മുഴുവൻ, ഇടവക ജനം മുഴുവൻ 30 ദിവസം ഉച്ചവരെ ഉപവാസവും പ്രാർത്ഥന നടത്തി മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 9ാം ദിവസം, ഇതിൽ നിന്ന് ഒഴുകിയതിൻ്റെ 9ാം ദിവസം ഈ ചിത്രത്തിൻ്റെ പകർപ്പ് ഇതുപോലെ ക്യാമറയിൽ എടുത്തവരെ ഇത് പകർപ്പ് ലേസർ പ്രിൻ്റിൽ അടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ വിതരണം ചെയ്ത ആ ലേസർ പ്രിൻ്റിൽ 3 ത്രോണോസിൽ വെച്ചു. ആ ത്രോണോസ് വെച്ചിരുന്നതായ ആ പകർപ്പിൽ നിന്നും വീണ്ടും ഒഴുകുന്നു. അത് ഒഴുകി താഴെ നമ്മൾ ആ പകർപ്പെടുത്ത് പാത്രത്തിൽ വെച്ചു. ആ ത്രോണോസിനെ പടിയെ വീണപ്പോൾ നമ്മൾ പാത്രത്തിൽ വെച്ച് പാത്രത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം 30ാം തീയതി അങ്ങനെ ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞു. പിന്നെ 31 തുടർന്നുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഈ തിരുമേനിമാർ വന്ന് കുർബാന ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഈ കുർബാനയുടെ സമയത്ത് ഈ പകർപ്പിൽ നിന്നും ഒഴുകി അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവരെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഈ വരുന്നവർക്കെല്ലാം അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കണ്ണിൽ നിന്ന് ഒഴുകിയത് 2 കണ്ണിൽ നിന്നുമായി പടർന്ന്, 1 or 2 ചാലായിരുന്നത് പടർന്ന്, അച്ഛനൊക്കെ വരും കൂടുതൽ പടർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ഇതിപ്പോൾ എല്ലാ സമയവും, ഏത് സമയം എന്നില്ല, രാവിലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പല സമയത്തും ഇപ്പോഴും ഈ സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാണാൻ. നേരത്തെ ഒഴുകി വന്ന രാവിലെയൊക്കെയാണ് ഒഴുകുന്നത്. ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പാടുകൾ കാണാൻ സാധിക്കും. വ്യക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടത്ത് താഴോട്ട് ഒഴുകുന്നത് കാണാൻ സാധിക്കും. 2 കടന്ന് ഒഴുകുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ പറയുന്നവരുടെ അഭിപ്രായങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത്